ഇപ്പൊ ഒന്നല്ല 2 ഗിഫ്റ്റ് കിട്ടും. നീ സൈക്കിളിൽ നിന്ന് വീണ ബ്രോ? മാമനാ? ഏത് മാമൻ? അങ്ങനെയൊന്നുമില്ല. ചലഞ്ചാണ് ഗായ്സ്. എന്റെ അക്കൗണ്ട് ഓൾറെഡി ഫോളോവർ ആണ്, സൂപ്പർ ഫോളോവർ ആണെങ്കിൽ നമുക്ക് സൂപ്പർ ഫോളോവർ ആണ് നോക്കാം. ഇതില് മക്കള് ആക്രിയിൽ മോള് കയറിയിരുന്നിട്ട് പോലും അത് വീണിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് ഇത്രയും പൊക്കമുള്ളിടത്ത് അങ്ങ് വീണ് 2 കൈ ഒടിഞ്ഞ് അത് ഇവിടെ മുതൽ ഇതുവരെയാണ് അതിന് പൊടികളുള്ളത്. ഇങ്ങനെ സംഭവിച്ച് എൻ്റെ മോനെ റോഡിൽ കയറ്റിയിട്ടെങ്കിൽ അത് എവിടെയെങ്കിലും പോയി ജീവിച്ചിന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയനായിരുന്നു. അവൻ അത് ചെയ്തിട്ടില്ല. വെച്ചാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് രാവിലെ തന്നെ കാണുകയുണ്ടായത്. വെറും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഇത്രമേൽ ദ്രോഹിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ ജീവിതത്തിൽ കാണുകയാണ്. ഇങ്ങനെ ഒരു കുഞ്ഞിനെയൊക്കെ ഉപദ്രവിക്കുമെന്ന്. സ്വന്തം അമ്മയല്ല, സ്വന്തം അമ്മയുടെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത്. സ്വന്തം അമ്മയും അമ്മയുടെ കാമുകനും കൂടി ചെയ്തൊരു പ്രവൃത്തിയാണ് ആ ഒരു കുഞ്ഞിനെ. ആ കുഞ്ഞിനെ എന്തുമാത്രം വേദനിപ്പിച്ചിരിക്കുന്നു, ആ ഒരു കുഞ്ഞു ശരീരത്തിൽ എന്തുമാത്രം മുറിവുകൾ. ഇതൊന്നും നോക്കാനൊന്നും വേറെ ആരും ഇല്ലെന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ അല്ല, ആ കുഞ്ഞിനെ നോക്കാൻ ഒരുപാട് ആൾക്കാർ ചുറ്റുമുണ്ട്. പക്ഷെ ആ കുഞ്ഞിനെ കൊടുക്കാൻ ഇവരാരും തയ്യാറല്ല. എന്ത് ഇവരൊക്കെ മനുഷ്യഗണത്തിൽ പെട്ടതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. ഇത്രമേലൊരു പിഞ്ച് ഓമനയുടെ ദേഹത്ത് ഇത്രത്തോളം മുറിവുകൾ വരുത്താൻ ഇവർക്ക് എങ്ങനെ സാധിച്ചു മനസ്സിലാകുന്നില്ല. സൗദിയിൽ ഉണ്ടാവുന്ന ഒരു നിയമം ഉണ്ടല്ലോ, തലയ്ക്ക് തല കൈക്ക് കൈ എന്ന് പറയുന്നൊരു നിയമം. ആ ഒരു നിയമം ഇവർക്ക് മേലെ എടുക്കണം. കാരണം ആ ഒരു കുഞ്ഞ് എത്രത്തോളം വേദനകൾ അനുഭവിച്ചിട്ടുണ്ടോ ആ ഒരു വേദനയ്ക്ക് ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് അതേ വേദന അതേപോലെ ഇയാളും അനുഭവിക്കണം, ഈ സ്ത്രീയും. വെച്ചാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യം അനുഭവിച്ചിരിക്കാണ്. വണ്ടി തിരിച്ചിട്ടാടെ, വണ്ടി തിരിച്ചിട്ടോ. കുഞ്ഞിനോട് രണ്ടാനച്ച ക്രൂരത കാണിക്കുന്നതിന് സാക്ഷിയായത് അമ്മയാണല്ലോ. അമ്മ എന്ന പദത്തിന് ഒരു സ്ത്രീ ഈ ചെയ്തത് എന്താ പറയുക, നമ്മുടെയൊക്കെ നെഞ്ചുലയ്ക്കുന്നതാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ പലപ്പോഴായി കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇത് അവസാനിപ്പിക്കാൻ ഇനി ഒരു പിഞ്ചു കുഞ്ഞിനും എവിടെയാണോ കുഞ്ഞ് ആരുടെ കൈകളിലാണോ സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്നത്, പ്രകൃതിയായാലും നിയമമായാലും നമ്മുടെ സമൂഹമായാലും എല്ലാം കുഞ്ഞുങ്ങൾ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ഇടത്തു നിന്ന് തന്നെ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനിയൊരു കുഞ്ഞിനും ഇത് ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ തീർച്ചയായും വകുപ്പ് ആലോചിക്കുന്നുണ്ട്. 51 പരിക്ക് ആ പിഞ്ചു ശരീരത്തിൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും ആകുന്നില്ല. ഒരു കാര്യം ഉറപ്പ്, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ശക്തമായ നടപടി. ഈ സാധാരണ കേസൊക്കെ നടത്തുമ്പോൾ ലൂപ്പ് ഹോൾസ് പലപ്പോഴും ഉണ്ടാവും. അതിൻ്റെ പേരിൽ കുറ്റവാളി രക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ കൃത്യമായി കുറ്റമറ്റ രീതിയിൽ കേസ് നടത്തിക്കണം. അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിയമപരമായ പ്രൊസീഡിങ്സ് കുറ്റമറ്റ രീതിയിൽ നടക്കും. പ്രതികളെ പിടിച്ചിട്ടുണ്ട്, നിയമ നടപടികൾക്ക് വിധേയമാക്കും. മുന്നോട്ട് എപ്പോഴും FIR ഇടുമ്പോഴും ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യുമ്പോഴും പിന്നീടുള്ള പ്രൊസീഡിങ്സിലും എല്ലാം തന്നെ വളരെ കാര്യക്ഷമമായി ഇത് നടക്കും. ഇതിനെതിരെ കോടതി ശക്തമായിട്ടുള്ള വിധി കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ ലോകത്ത് വച്ചു പൊടിപ്പിക്കാൻ അവർക്ക് ഒരു നിമിഷം പോലും ഈ ഒരു സമൂഹത്തിലോ ഈ ഒരു ലോകത്തോ ഈ ഒരു ഭൂമിയിലോ ജീവിക്കാൻ ഒട്ടും അർഹയല്ല. ഇങ്ങനെ കണ്ടിട്ട് എങ്ങനെ തോന്നി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും ചൈൽഡ് ലൈനിന് പോലും പരാതി കൊടുത്തിട്ട് അവിടുന്ന് പോലും ഒരു റെസ്പോൺസ് ഇല്ല. ഇതിലെല്ലാത്തിലും ഉത്തരവാദികളുണ്ട്. ഇതിൽ ഒരുപാട് പേര് ഉത്തരവാദികളുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാലും പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാർ പറയും അത് അമ്മയുടെ കൂടെ അല്ലേ, അതുകൊണ്ട് അവിടെ ഉള്ള ഒരു പ്രശ്നമില്ല, അത് അമ്മ ചോദിച്ചാൽ നമുക്ക് കൊടുത്തലേ പറ്റൂ എന്നുള്ളൊരു കാര്യം. പക്ഷെ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളാരും ഇവരാരും ചിന്തിക്കത്തില്ല. കാരണം അത് ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായി കഴിഞ്ഞ ശേഷം വന്നിട്ട് പറയും അയ്യോ അങ്ങനെയാണ്, അന്ന് ഇങ്ങനെ പറഞ്ഞതാണ് എന്ന് പറയും. അതാണ് ഇപ്പൊ ഈ ലോകത്ത് നടക്കുന്നത്. എന്താണ് ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ട്? ഒരു കുഞ്ഞിനെ നോക്കിയിട്ട് ഒരു 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ശരീരത്തിൽ 51 മുറിവുകൾ എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് അതിശയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുഞ്ഞിനെ ഞങ്ങളെ കാണാനോ ഒന്നിനും അനുവദിച്ചിരുന്നുമില്ല. ഒരുപക്ഷെ ഒരു മനസാക്ഷി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ സ്റ്റേഷനിൽ അന്ന് കൊണ്ടുവരുമ്പോൾ 2 കൈയും ഒടിഞ്ഞ ഒരു കുട്ടിയെ എന്നെ ഒന്ന് കാണാനെങ്കിലും അനുവദിക്കുമായിരുന്നു. സൈലന്റ് കില്ലർ തന്നെയാണ് നിയമത്തിന്റെ മുന്നിൽ തെളിയിക്കുക. മർദ്ദിക്കുന്നത് കാണാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അഖില പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഖിലയ്ക്കും കൂടുതൽ അറിവുണ്ടായിരുന്നു. അവൾക്ക് അറിവുണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ അവൾ സൈഡ് നിന്നത്. ഒരു പ്രാവശ്യമെങ്കിലും കുഞ്ഞിനെ ദ്രോഹിക്കുന്നത് അവൾ കണ്ടെങ്കിൽ അവൾ എന്തുകൊണ്ട് എന്നെ കുഞ്ഞിനെ തിരിച്ചു തന്നില്ല? നല്ല മോനാണ്, കുഞ്ഞു മോനാണ്, പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന ഒരു കുഞ്ഞു മോനാണ്. ഒരു പ്രാവശ്യം തന്നെ പറഞ്ഞു കൊടുത്താൽ അവൻ അത് ശരിക്കും മെമ്മറിയിലിട്ട് വെച്ചിട്ട് അതുപോലെ കാര്യങ്ങൾ പറയും. ആ കുഞ്ഞ് എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു 51 മുറിവുണ്ടെങ്കിൽ.
ആ കാലിനടിയിലേക്ക് സിഗരറ്റ് വെച്ച് കുത്തിയിരിക്കുന്നു. വാർത്ത ഇന്നലെ കേട്ടപ്പോൾ തന്നെ എനിക്ക് ചങ്ക് തകരണ്ട്. എനിക്ക് ഇന്ന് മനസ്സിന് മുഴുവൻ ഇതായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം വെച്ചാൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. കാരണം എല്ലാ ആൾക്കാരും മക്കളുള്ളതാണ്, എല്ലാവരും മക്കളെ വളർത്തുന്നതാണ്. എല്ലാവരും അമ്മമാർക്കും ഈ ഒരു വാർത്ത ചങ്ക് തകർക്കും അത്രമേല്. ശരീരം മൊത്തം പാടും മോർക്കും. അപ്പം ഞങ്ങൾക്ക് 2 മക്കളും നഷ്ടപ്പെട്ടു. മോള് മരിച്ചിട്ട് 9 വർഷം. പിന്നെ മോൻ ഉള്ള ആട്ടുകാലിൽ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ മോളെ പേരിലാണ് ഉള്ള പേരുള്ള ആ മോള് ഞങ്ങൾക്ക് തിരിച്ചിട്ടെന്നുള്ള ഇത്. ഇവിടെ താഴെ ഒരു സാറിൻ്റെ വീട്ടിൽ ഫോൺ വിളിച്ചു പറഞ്ഞു അമ്മ തൊട്ടിലേക്ക് കൊണ്ടുപോകണം. ഇങ്ങനെ ഒരു സന്തോഷം നമ്മൾ അപ്പീനെ അമ്മക്ക് തരാമെന്നു അഖില പറഞ്ഞെന്നു. അങ്ങനെ പ്രതീക്ഷിച്ച് എല്ലാം കൊതി ഇനി എന്തിനു ജീവിക്കണം മോളെ പറ. ഓരോ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് അപ്പിയുണ്ട്. എൻ്റെ അപ്പിനെ വിരളി പോലും എനിക്ക് തൊടാൻ പറ്റും. ഒരമ്മയ്ക്ക് ദൈവമ്മയ്ക്ക് ഇവിടെ ഞാൻ തോറ്റു. എൻ്റെ അപ്പിക്ക് നീതി കിട്ടൂല. എൻ്റെ അപ്പിനെ ജീവിതം തൊട്ടിട്ടോ എനിക്ക് ഞാൻ വളർത്തേനെ. എടുത്ത് വളർത്തേനെ. എൻ്റെ അപ്പിള് പോകുമ്പോ വരുമ്പോ ഞാനമ്മല്ലേ. എന്തായാലും ആ ഒരു കുഞ്ഞിന്റെ അച്ഛൻ നേരത്തെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ത്രീയുടെ വയറ്റിൽ 3 മാസം ആ ഒരു കുഞ്ഞ് കിടന്ന സമയത്താണ് അഖിൽ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതും ഇതുപോലെ ആത്മഹത്യ ചെയ്ത് തന്നെയായിരുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തന്നെയാണ് ആ ഒരു അഖിൽ എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ കുഞ്ഞിനും ഇതേ അവസ്ഥ വരുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. ഒരുപക്ഷെ ആ ഒരു അച്ഛൻ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം ആ ഒരു കുഞ്ഞ് സുരക്ഷിതമായിരുന്നേനെ. പക്ഷെ ആ ഒരു വ്യക്തിയും അവിടെ ഇല്ല. എന്നാലും ആ ഒരു വീട്ടുകാർ ചോദിച്ചു, വീട്ടുകാർക്ക് വ്യാഴാഴ്ച കൊടുക്കാം എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് കുഞ്ഞിനെ കൊടുക്കാൻ വയ്യ. ഇവർക്ക് കുഞ്ഞിനെ കൊടുക്കാനേ പറ്റുന്നില്ല. പക്ഷെ ഇവർക്ക് ഉപദ്രവിക്കാൻ സമയമുണ്ട്, കുഞ്ഞിനെ കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തേക്കരുത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയിട്ട് ആ ഒരു കുഞ്ഞുങ്ങളെ കഷ്ടപ്പെടുത്തുന്നത്? നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള സുഖമായിട്ടുള്ള ജീവിതം നിങ്ങൾ നയിക്കാണ്ടിരിക്കുകയും ചെയ്യും. പക്ഷെ അതിൻ്റെ ഇടയിൽ എന്തിനാണ് ഈ ഒരു കുഞ്ഞിനെയൊക്കെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്നത്? എന്തായാലും കോടതി ഇതിനെതിരെ നല്ല നിയമം നടപ്പിലാക്കുമെന്ന് വിചാരിക്കുന്നു. നല്ല ശിക്ഷ നടപടി എടുക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത്രയും ക്രൂരമായിട്ട് ആ ഒരു കുഞ്ഞ് വേദനിച്ചു എന്നുള്ളൊരു ബോധ്യം ലാഘവത്തോടെ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവനൊക്കെ സൗദിയിലൊക്കെ ഉള്ള നിയമം തന്നെ തിരിച്ച് മിക്കവാറും കൊടുക്കും. അങ്ങനെ തന്നെ വേണം. കാരണം ആ ഒരു കുഞ്ഞ് അനുഭവിച്ച വേദന, കഷ്ടപ്പാട് ഒക്കെ അവനും അവളും അറിയണം. അവളൊരു അമ്മയല്ല. ഒരിക്കലും ആ സ്ത്രീ അമ്മയാണ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റത്തില്ല. കാരണം ആ സ്ത്രീ ഒരു അമ്മയല്ല. ഒരിക്കലും ആ ഒരു കുഞ്ഞിനെ സ്നേഹിച്ച ഒരു അമ്മയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും ആ ഒരു ഇത്രയും നാളും ആ ഒരു വ്യക്തി ആ ഒരു കുഞ്ഞിനെ ഉപദ്രവിച്ചപ്പോഴത്തേക്കെങ്കിലും പുറത്തേക്ക് പറയുമായിരുന്നില്ലെങ്കിൽ അത് നിന്റെ കുഞ്ഞിനെ ചെയ്യരുതെന്നെങ്കിലും പറയുമായിരുന്നു. പക്ഷെ ആ കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഈ ഒരു അഷ്കർ എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ആ ഒരു സ്ത്രീ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അമ്മ എന്ന ഒരു വാക്കിന് പോലും ഇവരെ വിളിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഇവരൊരു അമ്മയല്ല. ഇവരൊരു അമ്മയേ അല്ല. ഇവരൊരു നരഭോജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവരൊരു അമ്മയല്ല. എന്തായാലും കോടതി അതിനുള്ള ശിക്ഷ നടപടി എടുക്കുമെന്ന് വിചാരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഒന്നും വാ തുറന്ന് പറയാൻ പോലും പറ്റാത്ത കുഞ്ഞുങ്ങളോട്, അതിനു പോലും ആകാത്ത കുഞ്ഞുങ്ങളോട് ഇങ്ങനെ കാണിക്കുന്ന അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അവർക്കെതിരെ നിയമ നടപടികൾ ശക്തമായിരിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.